ഹലോ. ഇന്ന് തിരക്കുള്ളൊരു ദിവസമാണേ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ മൂന്ന് ചേട്ടന്മാരെയും കൂട്ടി ഞങ്ങൾ പോകുന്നത് പെരുമ്പാവൂരിലുള്ള കുഞ്ഞുമൂച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായിട്ടാണ് രാവിലെ തന്നെ പുറപ്പെട്ടത്. കഥയും പറഞ്ഞ് പ്രകൃതി ഭംഗിയും ആസ്വദിച്ചാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ പെരുമ്പാവൂർ എത്തിയപ്പോൾ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകൾ പുതിയതായി ഞാൻ കണ്ടു. ഒരു ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒരു കുഞ്ഞു സ്കൂളും ഒരു ആമ്പൽക്കുളവും. ശരിക്കും നൊസ്റ്റാൾജിക് ആയ ഒരു അന്തരീക്ഷം തന്നെ. ഇങ്ങനെയുള്ള വഴികൾ പോലും ചെറിയ പ്രായത്തിൽ കണ്ട ഓർമ്മകളാണ്. അങ്ങനെ പരിപാടി വീട്ടിലെത്തി. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പിറകെ ഒന്ന് പോയി. അന്വേഷിച്ചപ്പോൾ ചാമക്കാലയിലുള്ള തിരുവോണം കാറ്ററിങ്ങിൻ്റെ സദ്യയായിരുന്നു എന്ന് അറിഞ്ഞു. സദ്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുമോൻ ചേട്ടൻ കാറ്ററിങ്ങിൻ്റെ ഓണറായ ആ ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പം തന്നെ അദ്ദേഹത്തോട് എൻ്റെ അഭിപ്രായം നേരിട്ട് പറയുകയും ചെയ്തു. പായസമൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ചുമ്മാ പറയല്ല കേട്ടോ. തിരുവോണം കാറ്ററിങ്ങിൻ്റെ സദ്യ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ സ്വാദ്. അങ്ങനെ അവിടുന്ന് സദ്യയും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് കൊടുങ്ങല്ലൂർക്കാണ്. അവിടെ രണ്ടുപേരും ഞങ്ങൾ